അങ്ങനെ നമ്മൾ നടന്നിട്ടും സ്ഥലത്തെത്താത്ത ട്രെക്കിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് സോയിലും മഴയും കൂടെ ആയതുകൊണ്ട് നല്ലോണം അട്ട ഉണ്ടാവും. ഈ കുട്ടി എന്തിനാ കരയുന്നതെന്നറിയോ? അട്ടയെ പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവൾ 1.5 എക്സിലിട്ടാണ് മേലേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് അവൾ നേരത്തെ ട്രെക്കിംഗ് കഴിഞ്ഞെത്തി. ബാക്കി എല്ലാവരും 0.5 എക്സിലായതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. അട്ട ഉള്ളതുകൊണ്ട് തന്നെ സാനിറ്റൈസർ എടുത്തോളൂ. സാനിറ്റൈസർ അടിച്ചാൽ അട്ട പോകും. അത് അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അത് അവിടെ കൂടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് പഠിച്ചു. പിന്നെ ഷൂസ് ഒന്നും ഇട്ട് ഇങ്ങടേക്ക് വരരുത്. ഈ തുരപ്പൻ എവിടെയാ കയറിയിരിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ട്രെക്ക് ചെയ്യുന്ന വഴി കൂടുതലും കല്ലും പാറക്കെട്ടും മണ്ണ് വെട്ടിയ സ്റ്റെപ്സ് ഒക്കെയാണ്. ഈ ഒരു ഭാഗമാണ് കുറച്ചെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുക. സ്ട്രെയിറ്റ് മേലേക്ക് ഒരു ഇടുക്ക് പോലെ ആയതുകൊണ്ട്. പിന്നെ വാട്ടർഫോൾസ് എത്താറാകുമ്പോൾ ഒരു ഗുഹയൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ നടന്നാൽ നമ്മുടെ വഴുവന്തോൾ വാട്ടർഫോൾസ് എത്തി. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. പക്ഷെ അന്തരീക്ഷവും കാലാവസ്ഥയും കണ്ടാൽ 2 മണി അന്ന് പറയേയില്ല. വേണ്ടവർക്ക് അവിടെ വെള്ളത്തിൽ ഇറങ്ങുക, വൈബടിക്കുക, ചില്ലാക്കുക. ഞങ്ങൾ ഇറങ്ങില്ല. പക്ഷെ നടന്നിട്ട് തീരാത്ത ട്രെക്ക് ഒടുവിൽ ലക്ഷ്യസ്ഥാനം കണ്ടപ്പോൾ ഒടുക്കത്തെ സന്തോഷമായി. പക്ഷെ ഒരാൾക്ക് മാത്രം ടെൻഷനായിരുന്നു, തിരിച്ചിറങ്ങും ഇനി അട്ട അടിക്കുമോ എന്നുള്ളത്. പിന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇതേ വഴി ട്രെക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. കാലം കൂടെ ഉള്ളതുകൊണ്ട് പിടിച്ചിറങ്ങാൻ ഈസിയായി. അങ്ങനെ അങ്ങോട്ട് കിടന്ന വഴി ഫുള്ള് തിരിച്ചടന്ന് ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി. അപ്പോഴേക്ക് ഫോണിന്റെ ചാർജ് ഏകദേശം തീർന്ന്. അങ്ങനെ ഫോൺ അരമണിക്കൂർ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് 4:30 ആയപ്പോൾ മൊത്തം 10 കിലോമീറ്റർ നടന്ന് തിരിച്ച് ഞങ്ങൾ ജേഴ്സി ഫാമിന്റെ അടുത്തെത്തി. അപ്പോൾ അത് അവിടെ ഒരു ട്രിവാൻഡ്രം ബസ് കിടക്കണം. വേഗം അതിൽ കയറി 7 മണിയായപ്പോൾ തമ്പാനൂർ എത്തി. അവിടുന്ന് നേരെ ഈസ്റ്റ് ഫോർട്ട് ബുർജൽ മന്തി പോയി നല്ലോണം തിന്ന് 8 മണിക്കുള്ള അടുത്ത നെയ്യാറ്റിൻകര ബസ്സിൽ കയറി തിരിച്ച് ഞങ്ങൾ കോളേജിലെത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര ശുഭം.